നമസ്കാരം. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ തള്ളി തൃശ്ശൂർ പോകുന്ന NH-ന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിൽ തള്ളിയിട്ടാണ് ഈ വടക്കഞ്ചേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഈ പാലക്കാട് ഭരിച്ചിരുന്നത് ഇടത്തിലെ രാജാക്കന്മാരായിരുന്നു. പാലക്കാട് രാജാക്കന്മാർ, തരൂർ രാജാക്കന്മാർ, അങ്ങനെ ഓരോ ഗ്രൂപ്പ് അവരുടെ തന്നെ ഇടത്തിലച്ചന്മാരാണ് ഇത് ഭരിച്ചിരുന്നത്. അവരുടെ അതായത് ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അമ്പലങ്ങളും മറ്റുമൊക്കെ പണിത്, അതേപോലെ ഗ്രാമം അമ്പലം അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കാനും അതേപോലെ കൃഷി മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടി ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരായി ഞങ്ങളുടെ പിതാമഹന്മാരെല്ലാം തഞ്ചാവൂർ, കുംഭകോണം ആ ഭാഗത്തുനിന്ന് കൂട്ടിയിട്ട് വരികയും ഇവിടെ ഞങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്ന്, ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് ഇവിടുത്തെ പാലക്കാട് രാജാക്കന്മാരാണ്. ഞങ്ങളങ്ങനെ ഇവിടെ വന്ന് കാലാകാലങ്ങളായിട്ട് ഇവിടെ ഞങ്ങളുടെ കുടുംബങ്ങൾ വളർന്ന് ഈ രീതി വളർന്ന് ഇങ്ങനെ അമ്പലവും അതിൻ്റെ ആ ചിട്ടവട്ടങ്ങളും കൊണ്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. കാര്യം 69-ലാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഇത് വന്നത്, അത് ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ്. അതിന് വന്ന ശേഷം കുറേയധികം ഗ്രാമങ്ങൾ ക്ഷയിച്ചു പോവുകയും അതിലുള്ള ചെറുപ്പക്കാരായ കുട്ടികളും മറ്റുള്ളവരൊക്കെ പുറത്തു പോയി വർക്ക് ചെയ്യുകയും അവരെല്ലാവരും അതിനുശേഷം നല്ല രീതിയിൽ സമ്പാദിച്ച് ഗ്രാമങ്ങളൊക്കെ ഒരുവിധം പുഷ്ടിപ്പെട്ടു. ഇപ്പോൾ ഒന്ന് പറയാൻ പോവുകയാണെങ്കിൽ പാലക്കാട് 108 അഗ്രഹാരങ്ങളുണ്ട്. ഒരുവിധം എല്ലാ അഗ്രഹാരങ്ങളും നല്ല രീതിയിൽ ഈ അമ്പലവും ഇതുമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു സംസ്കാരം തന്നെ വേറെയാണ്. ആ സംസ്കാരം ശരിക്കും തമിഴ് സംസ്കാരത്തിൻ്റെ ഒരു രൂപത്തിലാണ് ഇവിടെ മുഴുവൻ നടക്കുന്നത്. ഇവിടുത്തെ പൂജ എന്താ പറയുക, തിരുപ്പതി ഇതിൻ്റെ ലെവലിൽ വരുന്ന ആ ഒരു ലെവലിലുള്ള പൂജയാണ്. അതായത് നമ്മുടെ നമ്പൂരിമാരുടെ രീതിയിലുള്ള പൂജയല്ല, ഇത് വേറൊരു രീതിയിലുള്ള പൂജയാണ് ഇവിടെ നടക്കുന്നത്. ഉത്സവത്തിന് കൊടിയേറ്റി ഉത്സവം ഗംഭീരമായിട്ട് നവരാത്രി എന്ന് പറഞ്ഞിട്ട് നവരാത്രി കാലങ്ങളിലാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇവിടെ വേറൊരു ഉത്സവം എന്ന് പറഞ്ഞാൽ ചതുർത്ഥി മഹാഗണപതിക്ക് ചതുർത്ഥി ആ സമയത്താണ് കൊണ്ടാടുന്നത്. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ വന്നിട്ട് ശ്രീ ലക്ഷ്മി നാരായണ പെരുമാൾ എന്ന് പറയുന്നത് നമ്മൾ ഈശ്വരൻ എന്നുള്ള ലക്ഷ്മിയെ മടി വെച്ചിരിക്കുന്നതാണ് നാരായണൻ, മഹാവിഷ്ണുവിൻ്റെതാണിത്. ഇങ്ങനെ ഒരു അമ്പലം ശരിക്കും പറയാൻ പോയാൽ നമ്മുടെ കാഞ്ചി സ്വാമികളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അമ്പലം എവിടെയും കാണാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം എല്ലാവർക്കും മുകളിലാണ് ഇരിക്കുന്നത്. അങ്ങേരുടെ നോട്ടത്തിലാണ് ഗ്രാമവാസികൾ മുഴുവൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രാമത്തേക്ക് ഒരിക്കലും ഒരു ക്ഷയിക്കുന്ന പ്രശ്നമില്ല, മേൽക്കുമേൽ ഉയർന്നു പോവുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് അന്ന് അങ്ങേര് സംസാരിച്ചത്. ഈ അമ്പലം പുതിയ ഈ കെട്ടിടം ചെയ്തത് 75-76 കാലഘട്ടത്താണ്. ഇത് അമ്പലം വന്നിട്ട് ഏകദേശം 400 വർഷത്തെ പഴക്കമുള്ളതാണ്. ഇല്ല, ഞങ്ങൾക്കറിയാവുന്നത് ഇവിടെ ലക്ഷ്മിനാരായണ പെരുമാൾ, പിന്നെ ഒരു സിംഹനാഥ ഭഗവതിയുടെ ഒരു ചെറിയൊരു ഇതുണ്ട് ഇതിൻ്റെ ഉപദേവതയായിട്ട്. പിന്നെ ഗ്രാമത്തിൻ്റെ കിഴക്കേ അറ്റത്ത് ഒരു മഹാഗണപതി ക്ഷേത്രമുണ്ട്. അതിന് തൊട്ടടുത്തൊരു കുളമുണ്ട്. അത് പബ്ലിക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ചെയ്തു വെച്ചാണ്. പിന്നെ ഇവിടെ ഒരു കല്യാണ മണ്ഡപം ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും മറ്റുമെല്ലാം ഓരോ പ്രോഗ്രാം നടത്തുവാൻ എല്ലാ രീതിയിൽ അങ്ങനെ ഗ്രാമക്കാര്യങ്ങൾക്ക് പോകുന്ന വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ. കാര്യം വളരെയധികം പാട്ടവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്പലം കൊണ്ടു നടക്കുന്നതന്നെ ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാം കൂടിയിട്ടാണ്. അവരുടെ വക സംഭാവനകളും മറ്റൊക്കെ കൊടുത്താണ് ഓരോ ഫംഗ്ഷനും സ്പോൺസർ ചെയ്തിട്ടാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിലും ആദ്യം ലക്ഷ്മിനാരായണ പെരുമാൾ മഹാഗണപതിക്കും നേർന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യുള്ളൂ. അതാണ് ഞങ്ങളുടെ കണക്ക്. അത് തീർച്ചയായിട്ടും വിജയമായിട്ട് തന്നെ സംഭവിക്കാറുള്ളൂ. ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ല. ഇതാണ് എനിക്ക് അമ്പലത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി ഇപ്പം നമ്മൾ ആവണിയാവട്ടം അതുപോലുള്ള മറ്റുള്ള പ്രോഗ്രാം അതൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി നമ്മുടെ ഗണപതി അമ്പലത്തിൻ്റെ അടുത്തുള്ള കാരാട്ട് വളർന്നാ പറയുക, അതിൽ പോയി ഇതിൻ്റെ സ്നാനങ്ങളും മറ്റു പരിപാടികളൊക്കെ ചെയ്ത് ഗണപതി അമ്പലത്തിൽ പൂണൽ മാറ്റി അതിനുശേഷം ഇവിടെ വന്ന് വലിയ
ഹോമവും മറ്റുമൊക്കെ നടത്തിയിട്ടാണ് ഇവിടുത്തെ ആവണിയാവട്ടം ഞങ്ങളുടെ പുതിയത് മാറ്റി വേദസംസ്കാരങ്ങളൊക്കെ കൊണ്ടു നടക്കാനുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഇവിടെ ആ ഒരു രീതി നടക്കുന്നത്. പിന്നെ ഇതപ്പോൾ ഈ വരുന്ന കർക്കിടകത്തിൽ സമൂഹത്തിൻ്റെ വക തന്നെ രാവിലെ ഗണപതി അമ്പലത്തിൽ മഹാഗണപതി ഹോമവും അതിനുശേഷം വൈകുന്നേരം ഈ അമ്പലത്തിൽ പെരുമാൾ അമ്പലത്തിൽ വെച്ചിട്ട് ഭഗവതി സേവ നടത്തുന്ന സമൂഹത്തിൻ്റെ വക. അതേപോലെ 28-ാം തീയതി ജൂലൈ 28-ാം തീയതി രാവിലെ സൂര്യ നമസ്കാരം ഇവിടുത്തെ കുട്ടികളും എല്ലാവരും കൂടി ചേർന്ന് നേരെ കിഴക്ക് കാണുന്ന സൂര്യനെ നമസ്കരിച്ചുകൊണ്ട് അതിൻ്റെ മന്ത്രങ്ങളും ഉച്ചാരണങ്ങളൊക്കെ നടത്തി ഗംഭീരമായിട്ട് അങ്ങനെ ഒരു പരിപാടി. അതേപോലെ ഡിസംബർ മാസങ്ങളിൽ ധനുമാസങ്ങളിൽ നമ്മൾ വാരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പരിപാടികളൊക്കെ അങ്ങനെ പോകുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ സംസ്കാരം നല്ല രീതിയിൽ വളർന്നുള്ള ഉദ്ദേശത്തിലാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഇരിക്കട്ടെ. അത് മാത്രമല്ല ജനങ്ങളെല്ലാവരും അത് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗ്രാമത്തിലെന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് തന്നെ ഇവിടെയുള്ള പല ബ്രാഹ്മണരും കളക്ടർ വലിയ ഉദ്യോഗത്തിലിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പറയുമ്പോൾ എൻ്റെ തന്നെ എന്താ പറയുക വലിയച്ഛന്മാർ കുറേ ആൾക്കാർ മറ്റേ സാഗർ അവിടേക്ക് കളക്ടറായിട്ടിരുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ അന്നത്തെ ജനറൽ മാനേജറായിരുന്ന ആൾക്കാർ 2-3 പേരുണ്ട്. വലിയ ഫർഗൂസൺ, അതേപോലെ ഏതാ വേറെ 1-2 ഇതിലും വലിയ ഏതാ ഫ്രൈസൺ ആൻഡ് റോസിൽ ഇതിലൊക്കെ GM ആയിട്ടിരുന്ന ആൾക്കാർ തന്നെയാണ്. അത്രയും വലിയ പോസ്റ്റിൽ. ഞാൻ പറയുന്നത് നമ്മുടെ ഇതിനു മുമ്പ് എന്താ പറയുക സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആ ലെവലിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നത് നമ്മുടെ ഗണപതി അയ്യർ എന്ന് പറഞ്ഞ അങ്ങേരുടെ മകൻ്റെ കുട്ടി, പേരക്കുട്ടി വിവേക് രാമസ്വാമി. അമേരിക്ക, അവരുടെ ഫാമിലി എല്ലാം അമേരിക്കയിലാണ്. രാമസ്വാമി, അദ്ദേഹത്തിൻ്റെ ബ്രദർ ഒരു GSV രാമനാഥൻ, അതേപോലെ അവരുടെ സിസ്റ്റർ വൃന്ദ, ഇവരെല്ലാവരും അമേരിക്കയിലാണ്. അവരുടെ കുട്ടികൾ അവിടെ തന്നെയാണ് പഠിച്ച് വളരുന്നത്. ഇവിടെ ഗ്രാമത്തിൽ ഓരോ സീസൺ വരുമ്പോൾ ഓരോ ഉത്സവം സമയം വരുമ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവരിവിടെ എല്ലാവരും പങ്കുകൊള്ളാറുണ്ട്. അതിലിപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ വിവേക് രാമസ്വാമി അമേരിക്കൻ പ്രസിഡൻ്റ് ഒരു കാൻഡിഡേറ്റ് എന്ന രീതിയിൽ അങ്ങേര് ആ ലെവൽ വരെ എത്തിയിട്ട് പിന്നെ അവസാനം പിൻവലിയുകയാണ് ചെയ്തത്. ട്രംപിന് വേണ്ടിയിട്ട് മാറുന്നു എന്നാണ് ഞാൻ കേട്ടത്. അത് അത്രത്തോളം ആ ഒരു ലെവലിൽ നമ്മുടെ ആൾക്കാർ അങ്ങനെയാണ് വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ലക്ഷ്മീനാരായണ പെരുമാളുടെ കടാക്ഷമാണ്. അദ്ദേഹമാണ് അതിന് തീരുമാനിക്കുന്ന ആരെന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. ഗ്രാമത്തിൽ വീടുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 100 വീടുകളുണ്ട്. 100 ഞങ്ങൾക്കിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നവരാത്രിക്ക് വിളക്കാണ് കണക്ക്. ഞങ്ങളുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന വിളക്കാണ്. ഈ ഗ്രാമത്തിൽ വളർന്ന, ഈ ഗ്രാമത്തിൽ ജനിച്ച് ഗ്രാമത്തിൽ വീടുള്ളവർക്കൊക്കെ ഇവിടെ നവരാത്രി വിളക്കാടുത്ത 10 ദിവസത്തെ വിളക്കുകളാണ്. ഓരോ ദിവസം പപ്പത്തായിട്ട് വീതിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 100 ചില്ലാനം വിളക്കുകളുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഗ്രാമത്തിലെ വാസികളും അതേപോലെ ഇവിടെ വളർന്ന കുട്ടികളുണ്ടല്ലോ, ഇവരെല്ലാവരും പുറത്ത് അവരുടെ വകയും അതേപോലെ ചെയ്യാറുണ്ട്. അവരിവിടുത്തെ മെമ്പർഷിപ്പുള്ള ആൾക്കാരാണ്. ഗ്രാമത്തിലിപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 100 വീടുകളോ ഉണ്ടാവും. 100 വീട്ടിൽ ഒരു 10-15 വീടുകളിൽ ആൾക്കാരില്ല. അവിടെ വാടകയ്ക്കൊക്കെ ആരെങ്കിലും ഇരിക്കും. ബാക്കി ഒരു എല്ലാ വീടുകളും ഫുള്ളാണ്. ഇവിടെ വേദപാഠശാലയൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഇവിടുത്തെ മെയിൻ ഗ്രാമവാദ്യാർ എന്ന് പറയുന്നത് ശ്രീ കൃഷ്ണൻ എന്ന് പറഞ്ഞ് ധർമ്മരാജവാദ്യാർ. അത് അങ്ങേര് ബ്രഹ്മശ്രീ ധർമ്മരാജവാദ്യാരുടെ മകനാണ്. അദ്ദേഹം ഇപ്പം പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്നൊരു ബ്രാഹ്മണ വൈദികനാണ്. അത് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ വൈദികമായിട്ടുള്ള എല്ലാ ചടങ്ങുകൾക്കും അങ്ങേരാണ് കാർമ്മികത്വം ഇവിടെ വഹിക്കുന്നത്. ഗ്രാമത്തിൽ എന്ത് കാര്യങ്ങളും ചെയ്യുന്ന അങ്ങനെയാണ്. അതുപോലെ ഇവിടെ നമ്മുടെ ലക്ഷ്മീനാരായണ പെരുമാളുടെ അമ്പലത്തിൽ ഇപ്പോൾ പൂജ കഴിക്കുന്നത് ശ്രീ ലക്ഷ്മണവാദ്യാർ. അതേപോലെ ഗണപതി അമ്പലത്തിലും പൂജ കഴിക്കുന്ന അവരുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് ഗ്രാമകാര്യങ്ങൾ നടക്കുന്നത്. അടിമക്കാവ് എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഒരുവിധം എല്ലാ അമ്പലങ്ങളും, പ്രത്യേകിച്ച് ഭഗവതി കോവിലുകളെല്ലാം പറയുമ്പോൾ കൊടുക്കാട്ടാവ് ഭഗവതി, മണപ്പള്ളിക്കാവ്, പറക്കാട്ടുകാവ്, മറ്റേ ചെറുനുട്രി, അങ്ങാടിപ്പുറം, തിരുമനാംകുന്ന് ഭഗവതി, ഇതെല്ലാം പുത്രാളിക്കാവ്, ഇതേവരുടെ ഫാമിലി ഓരോ ഫാമിലിക്ക് ഓരോ ഇതിവിടെയുള്ള എല്ലാവർക്കും ഇവിടെ തന്നെയുള്ള ഏരിയയിലുള്ള ഓരോ കാവലായിരിക്കും.
അത് കർക്കിടക മാസത്ത് വന്ന ഒരു എല്ലാ അമ്പലങ്ങളിലും ആ അമ്പലങ്ങളിലൊക്കെ ഇതിൻ്റെ പോയിട്ട് ഉപരി ഈ ഞങ്ങളുടെ ക്ഷേത്രത്തിലുള്ള എല്ലാ ഉത്സവങ്ങൾക്കും മുൻപിൽ നിൽക്കുന്നത് വടക്കഞ്ചേരി ഗ്രാമത്തിലെ പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആൾക്കാർ. ഇവിടെ നിന്നൊരു ഇൻവിറ്റേഷൻ അയച്ചാൽ ആ ഡേറ്റിൽ തന്നെ അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം നമ്മുടെ പെരുമാൾ ക്ഷേത്രത്തിൽ ഉത്സവമാണ്, ഇപ്പോൾ തന്നെ നമ്മൾ ഡൊണേഷൻ അയക്കണം, അല്ലെങ്കിൽ ചതുർത്ഥിയാണ് ഇന്ന ഡൊണേഷൻ അയക്കണം പറയുന്നത്. അവരാണ് ഈ ഏത് കാര്യങ്ങളും ഇവിടെ നടത്താനുള്ള മുൻകരുതലെടുക്കുന്ന വടക്കഞ്ചേരി ഗ്രാമത്തിലത്തെ പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത്. പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അതിന് പെരുമാളും ഗണപതിയാനും സിംഹനാവതിയും പരിപൂർണ അനുഗ്രഹം ഉണ്ട്. അതും ലക്ഷ്മി സമേതമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ പെരുമാൾ ഗത എടുത്താലും ലക്ഷ്മി സമ്മതിക്കില്ല. നമ്മുടെ പ്രജകളെ നമ്മളാ സൂക്ഷിക്കേണ്ടത്, നമ്മളാ കാത്തു സൂക്ഷിക്കേണ്ടത് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഇടുപ്പത്ത് വെച്ചിട്ടുള്ള ഇതാണ്. എവിടെയും പ്രതിഷ്ഠ കാണില്ല. 2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ സിംഹനാഥ ഭഗവതി എന്നുള്ള ഇതിലുള്ളത്. ഒന്ന് വടക്കഞ്ചേരി ഗ്രാമത്തിലും പിന്നെ താരാക്കാട് ഗ്രാമത്തിലും. ഇത് 2 അവിടെയേ ഉള്ളൂ. അതുമാത്രമല്ല, ക്ഷേത്രം ഉയർന്നും പ്രജകളെ ചൂടും ഇരുന്നാൽ ആ ഗ്രാമം മുഴുവനും നല്ല ഐശ്വര്യത്തിൻ്റെ ഇതിലായിരിക്കും എന്നുള്ളത് ഈ വാസ്തുവിദഗ്ധന്മാർ പറയുന്നത്. അത് ഞങ്ങളുടെ ക്ഷേത്രത്തിലും മഹാഭാഗ്യമാണ്. പിന്നെ ഈ ക്ഷേത്രം എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, പുഴക്കലിടം രാജ കുടുംബമാണ്, അവരുടെയാണ് ഈ ക്ഷേത്രം. അവർക്ക് നടക്കാൻ പറ്റാത്ത വിധത്തിൽ വന്നപ്പോൾ ഗ്രാമനിവാസികളിനെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾ അത് നടത്തിക്കോളൂ പറഞ്ഞ് ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്ഷേത്രത്തിന് തന്നത്. അന്ന് മുതൽ ഞങ്ങൾ എന്ത് വെച്ചാൽ ഏത് ഉത്സവം നടക്കുകയാണെങ്കിലും ആദ്യം ഊരായ്മന്മാർ പുഴക്കലിടം രാജകുടുംബത്തിൽ പോയി ക്ഷണിച്ച് അവരുടെ അനുഗ്രഹം മേടിച്ചാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും വർഷങ്ങളായിട്ട് അത് നടത്തിക്കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. പിന്നെ വടക്കഞ്ചേരി ഗ്രാമത്തിൽ 3 പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് ശിവരാമയ്യർ, ഒന്ന് വീരരാഘവയ്യർ, പിന്നെ ശങ്കരയ്യർ. അതേപോലെ വടക്കഞ്ചേരി ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് ധർമാസ്പത്രി സ്ഥലം, ലക്ഷ്മി മെമ്മോറിയൽ പറയുന്നത് ഇവരുടെ മുത്തശ്ശൻ അവർ, മേയർ രാമനാഥയ്യർ, ആ ഫാമിലിയാണ് ആ സ്ഥലം കൊടുത്തിരിക്കുന്നത്. ചേക്കുളം ഗാന്ധികൃഷ്ണയ്യർ അവരാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും ഇന്ന് ആർട്ട് ഓഫ് ദി ടൗണിൽ ശിവരാമ പാർക്ക് ഇന്ന് അത് വിൽക്കുകയാണെങ്കിൽ എത്രയോ മില്യൺ കിട്ടും. അത് പറയാനേ ഇല്ല. ഇത്രയും ആൾക്കാർ ഡൊണേറ്റ് ചെയ്ത ഒരു കുടുംബം ഉണ്ടെങ്കിൽ വടക്കഞ്ചേരി ഗ്രാമക്കും മാത്രമേ ഉള്ളൂ. അത് പറയാണ്ടിരിക്കാതെ പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. ആ പെരുമാളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് എല്ലാവരും നിത്യേന ക്ഷേത്രത്തിൽ പോകാണ്ട് പുറത്ത് പോവില്ല. അതാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ. അത് കൂട്ടായ്മ നല്ല കൂട്ടായ്മയാണ്, പറയാണ്ടിരിക്കുക. ഞങ്ങൾ 10-15 പേരേ ഉള്ളൂ, ബാക്കിയൊക്കെ ജോലിക്ക് വേണ്ടി പോയ ആൾക്കാരാണ്. ഒരു കുടുംബത്തിൽ തന്നെ എത്ര ഡോക്ടേഴ്സ് അറിയോ? കാർഡിയോ, ഒരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണെങ്കിൽ അവർക്ക് തുടങ്ങാം. കാർഡിയോ, യൂറോ, പീഡിയാട്രീഷ്യൻ, പിന്നെ മറ്റേ ഓങ്കോളജിസ്റ്റ്, എല്ലാ ഡോക്ടേഴ്സുള്ള ഒരു ഫാമിലികളാണ് അവിടെ ഇരിക്കുന്നത്. അതിൽ ഗോവിന്ദൻ പറഞ്ഞ പോലെ എല്ലാം ടോപ്പ് പോസ്റ്റ് ആൾക്കാരിൽ ഇതിലുള്ള ആൾക്കാരാണ് ഇതായിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു പറയണേ, നമ്മുടെ കേജ്രിവാളിന് ഉള്ള PA ഗുരുവിൻ്റെ കസിൻ PA. അപ്പം അത്രയും അഭിമാനിക്കുകയാണ്. രാഷ്ട്രീയമായിട്ട് പറയാനായിട്ട് ഞങ്ങൾ പറയുകയല്ല. അതുപോലെ അഡ്വക്കേറ്റ് മുത്തുസ്വാമി, എത്ര ആൾക്കാർ ഇതായിരുന്നു. അപ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായിട്ടുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ അവസ്ഥ. പേരെങ്ങനെയാണ്? എൻ്റെ പേര് വെങ്കട്ടരാമൻ. ഞാൻ ഗോവിന്ദൻ. ഈ ഗ്രാമത്തിൽ തന്നെ ജനിച്ചു വളർന്ന 56 ജനിച്ചു വളർന്നതാണ്. ഞാൻ ധനലക്ഷ്മി ബാങ്കിൽ സീനിയർ മാനേജറായിട്ട് 2016 റിട്ടയർ ചെയ്തു. അതിനുശേഷം ഇപ്പം ഗ്രാമസമൂഹത്തിൻ്റെ കാര്യങ്ങൾ ഞാനും കുട്ടികളുടെ കൂടെ ഞാനും സഹകരിക്കുന്നു. നമ്മുടെ പഴയ അറിവുകളും മറ്റ് സഹായങ്ങളൊക്കെ കുട്ടികൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പാണ് ഒരു കൊടിമരത്തിന് വേണ്ടി സ്ഥലവും അവർ തന്ന മരം, തേക്കിൻ്റെ മരം 60 വർഷം പഴക്കമുള്ള മരമാണത്. ആ മരം നമുക്ക് തന്നത് അടിപ്പരണ്ട എസ്റ്റേറ്റ്, ഹരിസൺസ് എസ്റ്റേറ്റിൽ നിന്ന്
രാമസ്വാമി എന്ന് പറഞ്ഞ അങ്ങേരാണ് അത് നമുക്ക് ഫ്രീ ആയിട്ടാണ് തന്നത്. അതിവിടെ കൊണ്ടുവന്ന് നമ്മൾ വെച്ചത്. ഇപ്പോൾ അതിൻ്റെ ബാക്കി പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. ഇനി എങ്ങനെയും അത് 1 വർഷം പിടിക്കും ആ കൊടിമരം ഇവിടെ സ്ഥാപിക്കാൻ. പക്ഷെ അതൊരു വലിയൊരു പരിപാടിയാണ്. ഒരു 10 ലക്ഷം രൂപയുടെ ചിലവുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ ഗ്രാമജനങ്ങൾ തന്നെ, അവരുടെ ആൾക്കാർ തന്നെ, അവരുടെ കുടുംബങ്ങൾ തന്നെ ഇതൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത് മറ്റുള്ള ഗ്രാമങ്ങളിൽ എങ്ങനെയെന്നുള്ളതല്ല, നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ അങ്ങനെ ഓരോ കുടുംബങ്ങളും ഓരോന്നോ സ്പോൺസർ ചെയ്യും, അത് നടക്കും. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഗ്രാമപ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗണേശൻ അവർ പുള്ളി 2 വാക്ക് സംസാരിക്കും. നമസ്കാരം. ഇപ്പോൾ സീനിയേഴ്സ് പറഞ്ഞതുപോലെ വളരെ ഹിസ്റ്റോറിക്കലായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഞാൻ അധികം വാക്കുകൾ പറയുന്നില്ല. എന്താ വെച്ചാൽ എല്ലാം അവർ കവർ ചെയ്ത് കഴിഞ്ഞു. അവരിൽ നിന്ന് നമുക്ക് അറിവ് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം സീനിയേഴ്സിൻ്റെ നല്ലൊരു കമ്മിറ്റിയായിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കമ്മിറ്റിയിൽ യങ്സ്റ്റേഴ്സും വരണം എന്ന് പറഞ്ഞ് കൈപിടിച്ച് ഉയർത്തി അവർ ഞങ്ങളെയും കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കമ്മിറ്റി ഫോം ആയതും. നല്ല ഇപ്പോഴും ഒരു സീനിയേഴ്സും പുറകോട്ടില്ലാതെ മുന്നിൽ നിന്ന് തന്നെ എല്ലാ കാര്യത്തിലും അഡ്വൈസ് തന്ന് ഗൈഡൻസ് തന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഐക്യം പറയാതിരിക്കാൻ വയ്യ. അത് ഇവരൊക്കെ പറഞ്ഞ പോലെ പെരുമാളുടെ അനുഗ്രഹം എന്നല്ലാതെ അതൊന്നുമില്ല. ഗണേഷ് രാമസ്വാമി. ഒരു മിനിറ്റ്. ഇത് മിസ്റ്റർ മഹേഷ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മാനേജറായിരുന്നു. അങ്ങനെ റിട്ടയർ ചെയ്തു. എന്താ ഉദാഹരണം എന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ വടക്കഞ്ചേരി ഗ്രാമത്തിലുള്ള പെൺമക്കളുടെ ഭർത്താക്കന്മാരുടെ ചുക്കാൻ പിടിക്കുക, അതിലൊരു ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് മഹേഷ്. ഇങ്ങോട്ട് തന്നെ ഇതൊക്കെ ഒരുവിധമൊക്കെ മഹേഷ ഒന്ന് ഇത് ചെയ്യണം കേട്ടാ, ഒന്നും നോക്കില്ല, നേരെ വൈഫിൻ്റെ അടുത്ത് പറയും, ഇവിടെ പറഞ്ഞാൽ അവർ ചെയ്തിരിക്കണം കേട്ടോ, ഡൺ. നോ എന്നുള്ള നെഗറ്റീവ് തിങ്കിങ്ങേ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇൻവിറ്റേഷൻ അയച്ചാൽ ആ കാശ് പെരുമാളുടെ ഇതിലേക്ക് വരുന്നത് അയാൾ. பாலக்காடு சிட்டியில் உள்ள வடக்கஞ்சேரி கிராமத்துலேருந்து சொல்கிறோம். இங்கே நான் கணபதியான் கோவிலில் 45 கொல்லமாயிட்டு பூஜை கழிச்சுக்கிட்டு இருக்கேன். எனக்கு முன்னாலே எங்கள் அப்பா 10 கொல்லம் பூஜை பண்ணிக்கிட்டு இருந்திருக்கார். இப்போ பெருமாள் கோவிலையும் சேர்த்து பார்த்துக்கிட்டு இருக்கேன். கணபதியான் கோவிலில் உற்சவங்கிறதுக்கு விநாயகர் சதுர்த்தி நல்லா ஆഘോഷமாக കഴിയും. നവരാത്രി പെരുമാൾ കോവിലിലാക്കും. എന്നാലും ഗ്രാമത്തിലെ 2 കോവിലും ബന്ധപ്പെട്ടപടിയാണ് അങ്ങ് ഗണപതിയാൻ കോവിലിലെയും ചേർത്ത് കൊണ്ടാടുறோம். ഗണപതിയാൻ കോവിലിലെ എല്ലാ നൈവേദ്യങ്ങളും മുന്നാലെ കഴിച്ച് പിന്നെ പെരുമാൾ കോവിലിലെ എല്ലാ നൈവേദ്യങ്ങളും பண்ணி ഗ്രാമത്തിലെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ
ഇടയിലെ ചിറപ്പ് എന്നൊരു കാര്യം കഴിയും. അത് 3 പറ അരിച്ച് തൈര്, 1 പറ തൈര്, 1 പറ പാല് എല്ലാം കലർന്ന് ചിറപ്പ് കഴിക്കും. പൊടുത്തുവൽ വയ്ക്കും. പൊടുത്തുവലിക്ക് കഷ്ണങ്ങളെല്ലാം വാങ്ങി എല്ലാം ഉണ്ടാക്കുவோம். എന്നിട്ട് ഗ്രാമക്കാരിലേക്ക് ക്ഷണിച്ച് എല്ലാവരും പാത്രങ്ങൾ കൊണ്ടുവന്ന് സ്വാമിക്ക് നൈവേദ്യം, പിന്നെ ദീപാരാധന കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുப்போம். എല്ലാവരും வாங்கிட்டு போவா. ഒരാത്തിൽ എത്ര പേർ இருக்காளோ അത്ര ഓഹരികൾ போட்டு கொடுப்போம். இதுதான் கணபதியாங்கோவில் பிரத்யேகமாக. இப்போங்கிற காரியம் வந்துட்டு சில ஆளுகளுக்கு சில காரியங்கள் கைகூடுறதுக்கு வேண்டிட்டு, அவள் நினச்ச காரியங்கள் கைகூடுறதுக்கு வேண்டிட்டு அந்த வழிபாடு കഴിக்கிறா. நிறைய பேர் കഴിച്ചുകൊണ്ട് இருக்கா. ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ടും ഇരിക്കാർ. അതുപോലെ പെരുമാവോവിൽ പായസം എന്നൊരു വഴിപാടുണ്ട്. അതും ഇതേപോലെ தான் ഗ്രാമക്കാരിലെല്ലാവരെയും കൂപ്പിട്ട് ഒരു വീട്ടിൽ എത്ര പേർ இருக்காளோ അത്ര പേർക്ക് அந்த പായസം, അത് 100 ലിറ്റർ പാൽ ഓരോരുത്തരോടും നേരത്തെ 100 ലിറ്റർ പാലിൽ 108 ലിറ്റർ പാലിൽ പാൽപ്പായസം ഉണ്ടാക്കി ഭഗവാനുக்கு നൈവേദ്യം பண்ணி எல்லாருக்கும் கொடுக்குறோன்னு சொல்லி நேர்ந்துகிட்டுருப்பா. அதுவும் நடந்துகிட்டுருக்கு. கிராமக்காரில் எல்லாரும் வந்து வாங்கிக்குவா. இன்னும் லட்சுமி நாராயண பெருமாள் கோவிலில் மாதம் ஓரோரு திருவோணத்துக்கும் வீட்டுகள் കഴിக்கிறோம். பகவானுக்கு நைவேத்தியம் பண்ணி வெள்ளை நைவேத்தியம் பாயசம் எல்லாம் வச்சு, சில பேர் வெள்ளை பாயசம் കഴിப்பா, சில பேர் பால் பாயசம் കഴിப்பா. இதெல்லாம் வச்சு நைவேத்தியம் பண்ணி கிராமக்காரில் எல்லாரும் ക്ഷണിച്ച് എല്ലാവരും வந்து சாப்பிடுவா. പിന്നെ വഴിപാടുங்கிறதுக்கு 108 തേങ്ങായ് ഓരോരുത്തരോட വഴിപാട് ഉണ്ട് എറിയണം ചൊല്ലി. വിശേഷ പൂജയുங்கிறதுக்கு ഉദയാസ്തമന പൂജ കഴിப்போம். അത് 2 കോവിലിലും ഉണ്ട്. ഗണപതിയാൻ കോവിലിലും ഉണ്ട്, പെരുമാവോവിലും ഉണ്ട്. നവരാത്രി ഉത്സവം നന്നായിട്ട് കഴിയും. ആണെഴുന്നേൽത്തം, പഞ്ചവാദ്യങ്ങൾ എല്ലാം കൂടി നന്നായിട്ട് കഴിയും. 10 നാൾ ഉത്സവമാക്കും. കൊടിയേറ്റം 3-ാം പക്കം കൊടിയേറും. ഇഞ്ച് 2-ാം പക്കം വാസു വലിച്ച് 3-ാം പക്കം കൊടിയേറും. കൊടിയേറ്റത്തിലേന്ത് ആറാട്ട് വരയ്ക്കും നല്ല ആഘോഷமாக കഴിയും. ഏകാദശി വിളക്ക് ഇഞ്ച് പ്രധാനപ്പെട്ടതാക്കും. அதுதான் ലാസ്റ്റ് ഏകാദശി വിളക്ക്. അത് കഴിഞ്ഞാണ് ആറാട്ട്. ഏകാദശി കഴിഞ്ഞ പിറ്റേ നാളൊക്കെ ആറാട്ട്. ഏകാദശി വിളക്ക് 3 ആനകൾ എല്ലാം കൂടി ചെണ്ട, പഞ്ചവാദ്യം എല്ലാം കൂടി നന്നായിട്ട് കഴിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. ഭഗവാനോട് അനുഗ്രഹത്തിൽ നന്നായി കഴിഞ്ഞ് കൂടിക്കും.